ഉണ്ടാക്കിയത് കീറി ഉണ്ടാക്കിയത് നല്ല ഭംഗിയുണ്ട്. ഇത് സ്ട്രൈപ്സ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി സ്ട്രിപ്സ് ആണ്. പക്ഷെ പുളി വേണം. റെസിപ്പി ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല ഇതെങ്ങനെ റെസിപ്പി ആണ് ചെയ്തത്? എന്റെ ചാനൽ നോക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് സ്ട്രിപ്പ് പൂരി. കണ്ടാൽ എന്തോ വലിയൊരു സംഭവം പോലെ തോന്നുമെങ്കിലും കാര്യത്തിലൊന്നുമില്ല. ഇന്നെൻ്റെ ഫ്രണ്ട് ഷീല ചേച്ചിയും ജയയും വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. പൂരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം പൂരിക്ക് വേണ്ടി മാവ് പരത്തിയെടുക്കുക. അതിനുശേഷം ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനിയൊരു ചുവട് കുഴിയുള്ളൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഒരല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഈ സ്ട്രിപ്പുകളെല്ലാം ഓരോന്നായിട്ട് എടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. ചൂട് കുഴിയുള്ള പാത്രം പറഞ്ഞത് നമുക്കപ്പം ഒരു അല്പം എണ്ണ ഒഴിച്ചാൽ മതിയാകും. ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ പൂരി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയെ ആവശ്യം വരികയുള്ളൂ. നമ്മൾ അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ വേണ്ടി വരും. അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ടേസ്റ്റും തോന്നുന്നുണ്ട്. അതുപോലെ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അതിനുശേഷം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് കൊടുക്കാം. കണ്ടാൽ എന്തോ പുതിയൊരു വെറൈറ്റി സാധനമാണെന്ന് വിചാരിക്കും. നല്ല ഭംഗിയുണ്ട്. ഇത് സ്ട്രൈപ്സ് ആയിട്ട്